BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ ആദ്യ കുറ്റപത്രത്തിന് വിജിലൻസ് ഡയറക്ടറുടെ അംഗീകാരം ലഭിച്ചു. ഇക്കാര്യം വിജിലൻസ് ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തു. കേസിൽ അന്തിമ റിപ്പോർട്ട് നൽകാൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ സമയം നീട്ടി ചോദിച്ചതിന് കഴിഞ്ഞ ദിവസം അന്വേഷണത്തിനെതിരെ കടുത്ത വിമർശനമായിരുന്നു ഹൈക്കോടതി ഉയർത്തിയത്. തുടർന്നാണ് മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ ആദ്യ കുറ്റപത്രത്തിന് അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. 2014 വയനാട് യൂണിയൻ ബാങ്ക് വായ്പയായി നൽകിയ 10 ലക്ഷം രൂപയുടെ വിനിയോഗത്തിൽ ക്രമക്കേട് നടത്തിയെന്നായിരുന്നു കേസ്. കഴിഞ്ഞ ദിവസം 3 ആഴ്ചക്കകം റിപ്പോർട്ട് നൽകിയില്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ SPS ശശീന്ദ്രനെ മാറ്റുമെന്നും പുതിയ ഉദ്യോഗസ്ഥനെ അന്വേഷണത്തിന് നിയോഗിക്കുമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. നിരന്തരം നിർദ്ദേശിച്ചിട്ടും SPS ശശീന്ദ്രൻ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് നൽകിയില്ല. മൈക്രോ ഫിനാൻസ് കേസ് കൈകാര്യം ചെയ്യാൻ അന്വേഷണ ഉദ്യോഗസ്ഥന് സമയമില്ല. അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയെ കളിയാക്കുകയാണെന്നുമായിരുന്നു ഹൈക്കോടതി വിമർശിച്ചത്. നിലവിൽ വെള്ളാപ്പള്ളി നടേശൻ, SNDP യോഗം പ്രസിഡന്റ് MN സോമൻ, വയനാട് യൂണിയൻ ഭാരവാഹികൾ, പിന്നോക്ക വികസന കോർപ്പറേഷൻ ഉദ്യോഗസ്ഥൻ എന്നിവരുൾപ്പെടെയുള്ളവരാണ് കേസിലെ പ്രതികൾ. കേസിൽ അഴിമതി നിരോധന നിയമം ചുമത്തിയതിനാൽ സർക്കാർ പ്രോസിക്യൂഷൻ അനുമതി നൽകണം. അതേസമയം വെള്ളാപ്പള്ളി നടേശനെതിരായ 2 കേസുകളിൽ കൂടി അന്വേഷണം പൂർത്തിയായിട്ടുണ്ട്. 70 കേസുകളിലാണ് അന്വേഷണം തുടരുന്നത്. 2016 VS അച്യുതാനന്ദന്റെ പരാതിയിൽ വെള്ളാപ്പള്ളി നടേശനെതിരെ കേസ് അന്വേഷണം തുടങ്ങിയത്. സ്ത്രീകളുടെ പേരിൽ വ്യാജ പദ്ധതിയിലൂടെ പിന്നോക്ക വികസന കോർപ്പറേഷനിൽ നിന്ന് SNDG കോടികൾ വായ്പയെടുത്തതിനാലാണ് അഴിമതി ആരോപണം. സാമ്പത്തിക തിരിമറി, ഗൂഢാലോചന എന്നിവയിലൂടെ 15 കോടി രൂപ തട്ടി എന്നാണ് VS അച്യുതാനന്ദൻ അന്ന് ആരോപിച്ചത്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.